ലോകത്ത് ഏറ്റവും കൂടുതൽ നീ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും എനിക്ക് മുത്തുനബിയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. ശരിക്ക് അത് കൽബ് തട്ടിയിട്ട് പറയുന്നതാണോ അതോ നാവ് മാത്രം തീരുമാനിച്ചിട്ട് പറഞ്ഞതാണോ? എപ്പോഴും മുത്തുനബിൻ്റെ ഹൃത്തിലുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചധികം പണിയെടുക്കണം മുഅ്മിനെ. മുത്തുനബിക്ക് എത്ര സ്നേഹമാണ് നമ്മോട് എന്നറിയോ? ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോഴേക്കും പൊട്ടിക്കരയുന്ന ആളുകൾ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. മരിക്കുന്ന സമയത്ത് പോലും ഉമ്മത്തിനോർത്തിട്ടാ അള്ളാഹിൻ്റെ റസൂല് കണ്ണടച്ചത്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടെ ഹബീബ് ഇങ്ങനെ 7 ആകാശവും കടന്ന് ഹബീബിന് മാത്രം പ്രവേശനമുള്ളൊരിടത്തെത്തിയപ്പോൾ ജിബ്രീൽ പറയുന്നുണ്ട്, നബിയെ ഇനി എനിക്ക് നിങ്ങളെ കൂടെ വരാൻ പറ്റൂല. നബി പറയാം, അല്ല ജിബ്രീലെ, എത്ര നേരം നീ എൻ്റെ കൂടെ നടന്നിട്ട് നീ ഒറ്റക്കാക്കിയിട്ട് പോവാണോ? ഇപ്പോഴല്ലേ നീ എൻ്റെ കൂടെ വരേണ്ടത്? എന്നിട്ട് മുത്തുനബി ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്, ജിബ്രീലെ, ഞാൻ ആ 7 ആകാശവും കടന്ന് അള്ളാഹുവിനെ കണ്ടിട്ട് വരുമ്പോൾ അള്ളാഹുവിനോട് നിനക്ക് എന്താണ് ഞാൻ ചോദിക്കേണ്ടതെന്ന്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചോദിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, നബിയെ, നിങ്ങൾ ഉമ്മത്ത് ഖബർ കഴിഞ്ഞ് ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സിറാത്ത് വിട്ടടക്കണമല്ലോ. ആ സിറാത്തിലൂടെ പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ചിറക് വിരിച്ചു കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചോദിക്കണം കേട്ടോ എന്ന് പറയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണമെങ്കിൽ വേറെയും കുറേ ചോദിക്കാമല്ലോ. പക്ഷേ മുത്തുനബിയുടെ ഹുബ്ബിന്, മുത്തുനബിയുടെ ആഗ്രഹത്തിന് തൻ്റെ അഭിലാഷങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്തു എന്നതാണ്. അതുപോലെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ദേഹേച്ഛകൾക്ക് പകരം ഹബീബിൻ്റെ സാരോപദേശങ്ങളെ കേൾക്കാനുള്ളൊരു മനസ്സെങ്കിലും ഒരു ഹൃദയെങ്കിലും നാം തുറന്നു കൊടുക്കണം എന്നാണ് ഇങ്ങനെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരിക്കലും മുത്തുനബി മാർഗമല്ലാതെ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ചിട്ടല്ലാതെ നമുക്ക് സ്വർഗം കിട്ടൂല. അള്ളാഹിൻ്റെ ഹബീബ് നൂറാണ് എന്ന് തിരിഞ്ഞോർക്കൊന്നും ആ ഹബീബിൻ്റെ തിരുസുന്നത്തിനെ ആക്ഷേപിക്കേണ്ടി വന്നിട്ടില്ല. അതിലവർക്ക് സംശയം ഉണ്ടായിട്ടില്ല. ഹബീബിനെ അവർ നോവിച്ചിട്ടില്ല. ഹബീബിൻ്റെ മുഖമെങ്ങാനും വാടിക്കഴിഞ്ഞാൽ, ഹബീബിൻ്റെ മുഖമെങ്ങാനും ഒന്ന് ചുമന്ന് തുടുത്താൽ സ്വഹാബത്ത് അവരുടെ മുഖം തൻ്റെ വസ്ത്രത്തിലേക്ക് ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ച് പൊട്ടിക്കരയായിരുന്നു. ആരായി സ്വഹാബത്ത് എന്നറിയോ? ഒരിക്കൽ ജാഹിലിയ്യത്തിൻ്റെ ഇരുണ്ട ആ കാലയളവിൽ, ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ കാലത്ത്, പെണ്ണിനും കള്ളിനും വേണ്ടിയിട്ട് ശരീരം എന്താണോ ഇച്ഛിക്കുന്നത് അതിനു വേണ്ടി മാത്രം ജീവിക്കുന്നൊരു സമൂഹം. ആ സമൂഹത്തെ എത്രത്തോളം സംസ്കൃത ചിത്തരാക്കാൻ അള്ളാഹിൻ്റെ റസൂൽ എത്ര പാടുപെട്ടിട്ടുണ്ടാവും, എത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടാവും. എല്ലാവരും തന്നെ ഉപേക്ഷിക്കുന്ന സമയത്ത് തോയ്ഫിൻ്റെ മണ്ണിലേക്ക് മുത്തുനബി ഇങ്ങനെ യാത്ര പോകുന്നുണ്ട്. അവരെങ്കിലും എന്നെ ഏറ്റെടുക്കുമല്ലോ എന്ന ഉൾവിളിയുമായിട്ട് ഹബീബ് ഇങ്ങനെ പോവാണ്. പക്ഷേ തോയ്ഫിലുള്ള പിഞ്ച് പൈതങ്ങളെ കൊണ്ടുപോലും അവിടെയുള്ള ആളുകൾ കല്ലെടുത്ത് എറിയാണ്. മുത്തുനബിൻ്റെ കാലിൽ നിന്ന് ഇങ്ങനെ ചോര വാർന്നൊലിക്കുന്നത് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല നബിയെ, ഈ 2 മലകൾക്കിടയിലിട്ട് ഞാൻ ഇവരങ്ങ് നശിപ്പിച്ച് കളയട്ടെ? അപ്പം മുത്തുനബി പറഞ്ഞെന്താ അറിയോ? എൻ്റെ ജിബ്രീലെ, അവരിൽ നിന്ന് ഒരാളെങ്കിലും ഈ സത്യമാർഗത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, മുഅ്മിനാവാണെങ്കിൽ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാം. അത്രക്കും സ്നേഹമാണ് മുത്തുനബിക്ക്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്ത് ഓതിയത് കൊണ്ടാണ് മഹാനായ ശിബ്ലി റഹിമഹുല്ലയെ മുത്തുനബിക്ക് പെരുത്തിഷ്ടായത്. ഒരിക്കൽ മുജാഹിദുൽ മുഖരി റഹിമഹുല്ല തൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുന്ന സമയത്താണ് ശിബ്ലി റഹിമഹുല്ല സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. ശിബ്ലിയെ കണ്ട ഉടൻ മുജാഹിദുൽ മുഖരി റഹിമഹുല്ല ഉസ്താദ് പെട്ടെന്ന് അങ്ങ് എഴുന്നേൽക്കുകയാണ്. എല്ലാ ആദരവുകളും കൊടുത്ത് ശിബ്ലി ആ സദസ്സിൽ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിക്കാണ്, അല്ല ഉസ്താദെ, ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വന്നല്ലോ, ഒരുപാട് സമ്പന്നർ വന്നല്ലോ, രാജാക്കന്മാരൊക്കെ നിങ്ങളെ സദസ്സിലേക്ക് വന്നപ്പോൾ അവർക്കൊന്നും കൊടുക്കാത്ത ഇത്രയധികം പരിഗണന നിങ്ങൾ എന്തിനാ ശിബ്ലി റഹിമഹുല്ലക്ക് മാത്രം കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ, എന്നോട് മുത്തുനബി സ്വപ്നത്തിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ നിങ്ങളെ സദസ്സിലേക്ക് വരും കേട്ടോ എന്ന് പറഞ്ഞിരുന്നു, ഞാനത് ചെയ്തു, അത്രേ ഉള്ളൂ, എനിക്ക് എന്താണ് കാര്യമൊന്നും അറിയില്ല. അങ്ങനെ ഒരിക്കൽ കൂടി മുജാഹിദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുമ്പോൾ, മുത്തുനബിയെ സ്വപ്നം കാണുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അല്ല നബിയെ, അന്ന് ശിബ്ലി റഹിമഹുല്ലയെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ, അതിൻ്റെ കാരണം എന്തായിരുന്നു? ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്,
ഷിബിലി റഹിമഹുല്ല 5 വക്ത് നിസ്കാരത്തിന് ശേഷവും ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന മഹത്തായ ആയത്ത് ഓതുമായിരുന്നു. എനിക്ക് അതുകൊണ്ടാണ് ഷിബിലി റഹിമഹുല്ല എത്രത്തോളം ഇഷ്ടം. ആ ആയത്താണ് ഞാൻ ഓതിയത്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അള്ളാഹിൻ്റെ ഹബീബിന് നാം മുഅ്മിനാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യമാണ്. ആ അള്ളാഹിൻ്റെ ഹബീബിനെ പ്രണയിക്കേണ്ട മുഅ്മിനെ. പ്രണയമാണ് പരിഹാരം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രണയിച്ച പോലെ, സയ്യിദുനാ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ച പോലെ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രണയിച്ച പോലെ. ഒരിക്കൽ മുത്തനബി ഇങ്ങനെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ സ്വഹാബത്തൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മുത്തനബി പറഞ്ഞു, ഇനി ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കണ്ടട്ടോ എന്ന് പറയാണ്. അപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു പാട്ട് പാടാണ്. ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളു വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമു അജിബ്തു ലിമൻ ലഹു അഖ്ലും വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു. എല്ലാ സൽഗുണ സമ്പന്നനായിട്ടുള്ള ഹബീബെ, അങ്ങ് വരുമ്പോൾ എങ്ങനെ എനിക്ക് എഴുന്നേൽക്കാതിരിക്കാൻ കഴിയുക? എനിക്ക് അത്ഭുതം തോന്നാണ്. ഇത്രത്തോളം ഭംഗിയുള്ളൊരു മനുഷ്യനിങ്ങനെ കടന്നു വന്നിട്ട് എന്തേ ആളുകൾക്കൊക്കെ ഒന്ന് എഴുന്നേറ്റൂടെ എന്ന്. കവിയുടെ ഒരു രീതിയാണ്. അവരൊക്കെ പോകേണ്ട സ്വർഗത്തിലേക്കാണ് നമുക്കും പോകാനുള്ളത്. അവരൊക്കെ പോകാനിരിക്കുന്ന സ്വർഗമാണ് അള്ളാഹിനോട് നമ്മളിങ്ങനെ ചോദിക്കുന്നത്. കിട്ടും മുഅ്മിനെ. ഈ കൽബും കൊണ്ട് അള്ളാഹിൻ്റെ റസൂലിനൊന്ന് കാണാനെങ്കിലും പറ്റുമോ? എന്നിട്ടല്ലേ ഹൗദുൽ കൗസറും ഷഫാഅത്തൊക്കെ. സ്വലാത്തില്ല, നബിക്കിങ്ങനെ സ്വലാത്തില്ല. സ്വലാത്ത് ചെല്ലുന്നവരെ അള്ളാഹിൻ്റെ ഹബീബിനെ പെരുത്തിഷ്ടാണ്.